ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം 44-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേത്വാമഹവീശമീഡ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയപ്രിയായർഹസി ദേവ സൗഢും. മലയാളം. സമ്പൂജ്യനാമീശ കനിഞ്ഞിടാനായി കുനിഞ്ഞു കുമ്പിട്ടു നമിച്ചിടുന്നേൻ. പിതാവു പുത്രന്നു സഖാ സഖിക്കും പ്രിയൻ പ്രിയയ്ക്കും ക്ഷമയേകുമല്ലോ. തസ്മാത്, അർജുനൻ തുടരുകയാണല്ലോ. തസ്മാത് അഹം ഈഡ്യം ഈശം ത്വാം, അതിനാൽ ഞാൻ സ്തുത്യർഹനും ഈശനുമായ അങ്ങയെ കായം പ്രണിധായ പ്രണമ്യ ദണ്ഡനമസ്കാരം ചെയ്യാൻ പോവുകയാണ്. എന്നിൽ അങ്ങയെ ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ട് പ്രസാദിപ്പിക്കാൻ പോകുന്നു. അങ്ങ് പ്രസാദിക്കണേ. പിതാ പുത്രസ്യൈവ, പിതാവ് പുത്രൻ്റെയും, സഖാ സഖ്യുഹു ഏവ, സ്നേഹിതൻ സ്നേഹിതൻ്റെയും, പ്രിയാഹ പ്രിയായ ഇവ, ഭർത്താവ് ഭാര്യയുടെയും അപരാധം പൊറുക്കുന്നത് പോലെ, ദേവ മേ മമ, ഭഗവാനെ അങ്ങ് അടിയൻ്റെ സോഠുമർഹസി, അപരാധം പൊറുക്കണേ. അപ്പം അർജുനൻ നേരത്തെ മനസ്സിലിങ്ങനെ വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പം, വിശ്വരൂപം കണ്ടിട്ട് സന്തോഷമായി അർജുനന്. എങ്കിൽ പോലും പേടി കൂടി വരികയാണ്. അതുകൊണ്ട് സാധാരണ രൂപത്തിലേക്ക് ഭഗവാൻ വരണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. എല്ലാ ഗുരുക്കളുടെയും ഗുരുവാണ് അദ്ദേഹം എന്ന് പറഞ്ഞു, പരമപൂജ്യനാണെന്ന് പറഞ്ഞു. എല്ലാവരിലും ശ്രേഷ്ഠൻ അങ്ങ് തന്നെ ആയതുകൊണ്ട് അങ്ങയേക്കാൾ ശ്രേഷ്ഠൻ അങ്ങനെ ഒന്നുമില്ല എന്നും പറഞ്ഞു കൊടുത്തു. അങ്ങനെയും മനസ്സിലാക്കി. അതുകൊണ്ട് എന്താണ് പറയണത്? തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹം ഈശമീഡ്യം എന്നാണ്. അതിനാൽ ഞാൻ അങ്ങയെ ദണ്ഡനമസ്കാരം ചെയ്യാൻ പോവുകയാണ്. നിലത്ത് കാൽക്കൽ വീണ് നമസ്കരിക്കില്ലേ, അതുപോലെ സാഷ്ടാംഗ പ്രണാമമാണ്. സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായിട്ടുള്ള ഭഗവാനെ ഞാൻ അങ്ങയെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അങ്ങ് എന്നിൽ പ്രസാദുണ്ട്. പിതാവ് സാധാരണയായിട്ട് കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലേ, അതെല്ലാം ക്ഷമിക്കും, സാരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സമാധാനപ്പെടുത്തും. അതേപോലെ ഒരു പിതാവ് പുത്രൻ്റെ തെറ്റുകൾ ക്ഷമിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഏറ്റവും നല്ല സുഹൃത്താണെങ്കിൽ, നമ്മൾ ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയണ പോലെ ഏറ്റവും ദ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താലും സാരമില്ല, അറിയാണ്ട് തെറ്റ് ചെയ്തതല്ലേ എന്ന് ക്ഷമിക്കും അല്ലേ. അതേപോലെ തന്നെ നല്ല ഭർത്താക്കന്മാരായാലും ഭാര്യമാരറിയാതെ എന്തെങ്കിലും അപരാധം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കുന്നു. ഇതെല്ലാം പോലെ അങ്ങ് ഞാൻ ചെയ്ത അപരാധങ്ങളും, നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങയെ സഖേന്ന് വിളിച്ചിട്ടുണ്ട്, കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്, യാദവ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങയ്ക്ക് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെല്ലാം പൊറുക്കണേ എന്നാണ്, എൻ്റെ അപരാധം മുഴുവൻ പുറത്ത് എന്നിൽ പ്രസാദിക്കണമേ എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പം അർജുനൻ ഭഗവാന്റെ മുന്നിൽ നിന്ന് വിശ്വരൂപം കണ്ടപ്പോൾ എന്താണ് സത്യമായിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അർജുനന് കഴിഞ്ഞു. കുറച്ച് യുക്തിയുക്തമായിട്ട് സംസാരിക്കാനും അർജുനന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് അർജുനൻ കൂടുതൽ വാചാലനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മളൊരു ഭഗവാനെ അല്ലെങ്കിൽ മറ്റൊരു മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരെ പ്രണമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് വെറുതെ തല കുമ്പിടുന്നു അല്ലെങ്കിൽ നിലത്ത് വീണ് കിടന്ന് പ്രണമിക്കുക എന്നല്ല അർത്ഥം. നമ്മുടെ അഹന്തയെ മുഴുവനും ഭഗവാനിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇനി അഹന്തയില്ല,
അങ്ങ് മാത്രമാണ് അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കാനാണ് പോകുന്നത്. പ്രണമിക്കുക എന്ന് പറയുമ്പോൾ അങ്ങയിൽ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. എൻ്റെ മനസ്സിലുള്ള അഹന്തയും മറ്റു ചീത്ത സ്വഭാവങ്ങളെല്ലാതും തന്നെ മാറ്റിത്തരണേ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ പലതരം മനസ്സെപ്പോഴും മലിനമാണല്ലോ അല്ലേ. മൃഗീയ വാസനകളുണ്ടാവാം, മറ്റ് വിചാരങ്ങളുണ്ടാവാം, വ്യാമോഹങ്ങളുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഇതെല്ലാം കളഞ്ഞ് എന്നെ ഏറ്റവും ശുദ്ധിയുള്ളവനാക്കി തീർക്കണമേ എന്നാണ് പ്രണമിക്കുക എന്നുള്ളതിൻ്റെ ശരിക്കും ഒരു അർത്ഥം. ഇനി വിശ്വരൂപം മാറ്റി സാധാരണ രൂപത്തിലേക്ക് വരാനാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. 45-ാമത്തെ ശ്ലോകം. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. മലയാളം. കാണാത്തതും കണ്ടു മനം കുളിർന്നു, ഭയത്തിനാലൻ ഹൃദയം വിറച്ചു, കനിഞ്ഞു കാട്ടേണമതേ സ്വരൂപം പ്രസന്നനായിന്നു ജഗന്നിവാസ. അദൃഷ്ടപൂർവം ദൃഷ്ട്വാ. വിശ്വരൂപം മാറ്റിയിട്ട് പൂർവ്വരൂപം കൈക്കൊള്ളാനാണ് അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. മുൻപ് കണ്ടിട്ടില്ലാത്ത രൂപം കണ്ടിട്ട്, വിശ്വരൂപം കണ്ടിട്ട്, അദൃഷ്ടപൂർവം ദൃഷ്ട്വാ ഹൃഷിതഃ അസ്മി. എനിക്ക് സന്തോഷമൊക്കെ കിട്ടി. ഞാൻ വളരെ സന്തുഷ്ടനായി. കാരണം അങ്ങ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. മേ മനഃ, എൻ്റെ മനസ്സ്, ഭയേന പ്രവ്യഥിതം ച. പക്ഷെ പേടി കൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ നടുങ്ങുന്നുണ്ട്. ദേവ തദ്രൂപം ഏവ, അങ്ങയുടെ മുൻപുണ്ടായിരുന്ന വൈഷ്ണവരൂപം തന്നെ മേ ദർശയ, എനിക്ക് കാട്ടിത്തന്നാലും. ദേവേശ ജഗന്നിവാസ, അല്ലയോ ഭഗവാനെ പരമേശ്വര, പ്രസാദിച്ചാലും. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മൾക്കാണെങ്കിലും നമ്മൾ വിഗ്രഹാരാധന നടത്തുന്ന സമയത്ത് ഒരു മനസ്സിലൊരു രൂപം ഉണ്ടാവും. ആ രൂപത്തിൽ നിന്നെല്ലാം മാറ്റി ഇപ്പോൾ പെട്ടെന്ന് വേറൊരു രൂപം കാണുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ, എന്നും കാണുന്ന ഈശ്വരമൂർത്തിയെ നമ്മൾ പെട്ടെന്ന് വേറൊരു രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ രൂപം ഭഗവാന്റെ എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ ഒപ്പം തന്നെ എന്താണ്, ഒരു ഭയവും ഉണ്ടാവും. ഞാനിങ്ങനെയല്ലല്ലോ ഭഗവാനെ അറിഞ്ഞിരുന്നേ, എനിക്ക് ഏതാണ് സൗകര്യം പ്രാർത്ഥിക്കാൻ? മറ്റേ ആദ്യത്തെ രൂപം തന്നെയാണ് എനിക്ക് കൂടുതൽ സൗകര്യം. അങ്ങായിട്ട് നിന്നാൽ മതി അല്ലേ. നമ്മളിപ്പം സിനിമയിലും നാടകത്തിലൊക്കെ കാണുന്ന പോലെ ഓരോരോ വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇയാൾ ഇത്രയും വില്ലനാണോ എന്ന് ചിന്തിക്കും. ചിലർക്ക് അവരോട് അത്രയും വെറുപ്പ് പോലും വരും. സീരിയലായാലും സിനിമയായാലും നാടകമായാലും അഭിനയിക്കുന്നവരോട് പോലും വെറുപ്പ് വരും. പക്ഷെ അവരുടെ ശരിയായ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാലോ അവരതൊന്നും ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഭയം വരുന്നു. അങ്ങയുടെ സാധാരണ രൂപം തന്നെ എന്നെ കാണിച്ചാൽ മതി. ഈ അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ടോ എന്നാണ്. പുതിയൊരു രൂപമാണ് ഞാനിപ്പോൾ കണ്ടത് അല്ലേ. പക്ഷെ അതെനിക്ക് സന്തോഷം തന്നുവെങ്കിലും എൻ്റെ സമചിത്തത നിലനിർത്താനായിട്ട് പറ്റുന്നില്ല അവിടെ. അപ്പോൾ നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി ആത്മസാക്ഷാത്കാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സ് പഴയ പ്രപഞ്ചത്തിലേക്ക് തന്നെ തെറിച്ചു വീഴും. അതേപോലെ അപ്പം എന്താ വെച്ചാൽ ആ ദിവ്യഭാവത്തിൽ അവിടെ പ്രതിഷ്ഠ കിട്ടുന്നില്ല, നമ്മൾക്ക് അത്രയ്ക്ക് എത്തിയിട്ടില്ല. അപ്പം നമ്മൾ നിർബന്ധിതരാവുകയാണ് തിരിച്ചു വരാൻ. അതുകൊണ്ട് എന്ത് വേണം ഇവിടെ പറയുന്നത്? അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ആ ഇഷ്ടരൂപം തന്നെ മതി. അതാണ് എനിക്ക് കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ആ രൂപം തന്നെ കാണിച്ചു തരൂ. ഇനി എങ്ങനെയുള്ള രൂപമാണ് ഭഗവാൻ തിരിച്ച് പോകേണ്ടത്, എങ്ങനെയുള്ള രൂപത്തിലേക്കാണ് പോകേണ്ടത് എന്നാണ് 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കിരീടിനം ഗദിനം ചക്രഹസ്ത ഇച്ഛാമി ത്വാം ദ്രഷ്ടമഹം തഥൈവ.
തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. മലയാളം. കിരീടവും ചക്രഗദബ്ജശംഖം ധരിച്ച രൂപത്തെ കൊതിച്ചിടുന്നു. സഹസ്രബാഹുക്കളണിഞ്ഞ രൂപം ചതുർഭുജം ബാഹുക്കളണിഞ്ഞ ദേവ ചതുർഭുജം അണിഞ്ഞിടേണം. തഥായേവ മുൻപത്തെ പോലെ കിരീടിനം ഗദിനം ചക്രഹസ്തം ത്വം ദൃഷ്ടും അഹം ഇച്ഛാമി. ശംഖചക്ര ഗദാധാരിയായിട്ട് അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹസ്രബാഹോ ആയിരക്കണക്കിന് കൈകളോടുകൂടിയ ഭഗവാനെ വിശ്വമൂർത്തിയായ ഭഗവാനെ ചതുർഭുജേന 4 തൃക്കൈകളോട് കൂടിയ തേന രൂപേണ ഏവ ഭവഃ ആ പഴയ രൂപം തന്നെ കൈക്കൊണ്ടാലും. അങ്ങയുടെ ശംഖചക്ര ഗദാചാരി എന്ന രൂപത്തിൽ നിന്നാണ് അങ്ങിപ്പോൾ വിശ്വരൂപത്തിലേക്ക് മാറിയത്. അങ്ങയെ ഞാൻ പഴയ രൂപത്തിൽ തന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. അർജുനൻ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഭഗവാനെ കാണണം, നേരിൽ കാണണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് നോക്കി നിൽക്കാനുള്ള ഒരു ബുദ്ധി അർജുനനും വന്നിട്ടില്ല. അതുകൊണ്ട് അർജുനന് താങ്ങാനാവുന്നില്ല മനസ്സിൽ. കാരണം അത് അനുഭവിക്കുകയാണ്, നേരിട്ട് കാണുകയാണ് അവിടെ അർജുനൻ ചെയ്യുന്നത്. അപ്പം അത്രയ്ക്ക് അധികം ഉൾക്കൊള്ളാനുള്ള ഒരു മനക്കരുത്ത് നേടാത്തതുകൊണ്ട് അങ്ങയുടെ മോഹന രൂപമാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് അർജുനൻ പറയാണ് ചെയ്യുന്നത്. ഇപ്പം ചതുർബാഹുരൂപിയായിട്ടാണ് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതാണത്രേ ചതുർബാഹുക്കൾ. ഇനി നീലവർണം പീതാംബരം, അതാണ് ഭഗവാനെ സാധാരണയായിട്ട് വർണ്ണിക്കുന്നത്. അപ്പം നീലവർണം എന്ന് പറയുന്നത് അനന്തതയാണ്. വിശാലമായ ആകാശവും അഗാധമായ ആഴിയും ഇതൊക്കെ നീല കളറാണല്ലോ. ഇനി മഞ്ഞ, ഭൂമിയുടെ നിറമാണ് മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ പീതാംബരം. അപ്പോൾ ഭഗവാൻ ജീവഭാവം കൈക്കൊണ്ട് ഈ ജീവിതലീല അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഇപ്പോൾ കണ്ട രൂപം. ഇനി ചതുർബാഹുരൂപം എന്ന് പറയുമ്പം ചക്രം ഗദ പത്മം ഇവയാണ് എപ്പോഴും 4 കൈകളിലായിട്ട് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ കയ്യിലാണ് ഭഗവാന്റെ കൈകളിലിരിക്കുന്നത്. എല്ലാ മതങ്ങളും ഈശ്വരനെ പറ്റി പറയുന്നത് ഏറ്റവും സർവശക്തനായിട്ടാണല്ലോ. ആ ബാഹുബലത്തിന് ഒരു ആധാരമാണ് ഈശ്വരശക്തി എന്നതുകൊണ്ടാണ് ബലം അല്ലെങ്കിൽ ചതുർബാഹു എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾക്ക് ജീവിത ലക്ഷ്യമായിട്ടുള്ള പരമാത്മാവിലേക്ക് എത്തുക എന്നതാണല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മുഴക്കം അല്ലെങ്കിൽ ഒരു വഴിയാണ് അല്ലെങ്കിൽ ശംഖനാദം നമ്മൾക്ക് തരുന്നത്. അത് മാത്രമല്ല ഗദയുണ്ട് അല്ലേ. നമ്മുടെ ജീവിത യാതനകളാണ് ഗദ. അതായത് പറഞ്ഞാൽ അനുസരിക്കാത്തവരെ പ്രഹരിക്കണമല്ലോ. അതുകൊണ്ട് മനുഷ്യന്മാരോട് നമ്മളെപ്പോഴും നല്ല രീതിയിൽ അവരുടെ ഇതിനു മുന്നേ ഉള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റി ഭഗവാനെ അറിയുക, ഭഗവാനോട് അടുക്കുക, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്നെല്ലാം എത്രയോ ആൾക്കാർ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ തെറ്റായ വഴികളിലൂടെ മാത്രം നടന്നു എന്ന് വരും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതാണ് ഗദ കൊണ്ടുള്ള പ്രഹരം. എന്നിട്ടും മനുഷ്യൻ തെറ്റുതിരുത്തുന്നില്ലെങ്കിൽ അവർക്കുള്ളതാണ് എന്ത്? ചക്രം. അപ്പോൾ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഓരോരോ ഉപകരണങ്ങളും അല്ലെങ്കിൽ ഇതെല്ലാമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം ശംഖനാദം കേട്ട് ഉണരുന്നു. ആധ്യാത്മിക സിദ്ധിയുടെ ഒരു പ്രതീകമാണ് താമര. ശംഖ്, ചക്രം, ഗദ, പത്മം ഉണ്ടല്ലോ അത്. ഇപ്പം ധാർമ്മിക ജീവിതം നയിക്കുന്നവർക്ക് ശാന്തിയോടും കൂടിയും സുഖമായും സമൃദ്ധിയും അനുഭവിക്കാം, ഇതെല്ലാം അനുഭവിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഗുണങ്ങളോട് കൂടെ ജീവിക്കാൻ പറ്റും എന്നുകൂടെയാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു രൂപത്തിൽ ഭഗവാനെ അങ്ങ് എൻ്റെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടാലും, അതായത് ഈ രൂപം മാറ്റി അങ്ങ് ഞാനിപ്പോൾ പറഞ്ഞ ശംഖചക്രഗദാധാരിയായിട്ട് 4 തൃക്കൈകളുള്ള ഭഗവാനായിട്ട് വീണ്ടും അങ്ങയുടെ രൂപം മാറ്റിയെടുക്കൂ. ഇതാണ് ഭഗവാനോട് താണുകേണ് അപേക്ഷിക്കുന്നത്. എങ്ങനെയാണ്? സാഷ്ടാംഗ നമസ്കാരമാണ്. ഭഗവാനെ, എനിക്ക് വളരെ സന്തോഷമായി അങ്ങയുടെ രൂപം കണ്ടിട്ട്, പക്ഷേ എങ്കിലും എനിക്കിതൊന്നും ഉൾക്കൊള്ളാനുള്ള കരുത്ത് രൂപത്തിൽ വരണം. ഭഗവാനാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ 47ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അർജുനനെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. പേടിച്ച് വരണ്ട് നിൽക്കുന്ന അർജുനന് ചെറിയൊരാശ്വാസം പകരാണ് 47ാമത്തെ ശ്ലോകത്തിൽ. ഇത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം.